കൊടും ക്രിമിനലുകൾക്ക് ശിക്ഷാ ഇളവിന് നീക്കം. ഹൈക്കോടതി ഉത്തരവ് മറികടന്നുകൊണ്ട് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 3 കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാരിന്റെ നീക്കം. TK രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്നിവരുടെ പേരുകളിലാണ് പട്ടികയിൽ. ഇളവ് അനുവദിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ നിർദ്ദേശപ്രകാരം ജയിൽ സൂപ്രണ്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടി. നിയമപരമായി നേരിടുമെന്ന് KK രമ പ്രതികരിച്ചു. ആദ്യം റിപ്പോർട്ടിലേക്ക്, പിന്നീട് ചർച്ചയിലേക്ക്. TP ചന്ദ്രശേഖരൻ കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം അസാധാരണമാണ്. ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട പ്രതികൾക്ക് 20 വർഷത്തിനുള്ളിൽ ഒരു ശിക്ഷാ ഇളവ് പോലും നൽകരുതെന്നാണ് ഫെബ്രുവരിയിലെ ഹൈക്കോടതി ഉത്തരവ്. ഇത് മറികടന്നാണ് സർക്കാർ നീക്കം. ആ വിധി പോലും മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം സർക്കാരും ജയിലധികാരികളും എടുത്തിരിക്കുന്നത്. ഇത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമാണ്, ഞെട്ടിപ്പിക്കുന്ന തീരുമാനമാണ്. ഈ മാസം 3-നാണ് ശിക്ഷാ ഇളവ് സംബന്ധിച്ച കത്ത് സംസ്ഥാന സർക്കാരിൽ നിന്നും കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന് ലഭിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 56 കുറ്റവാളികളുടെ പട്ടിക തയ്യാറാക്കി. ഈ പട്ടികയിലാണ് TP കേസിലെ 4-ാം പ്രതി TK രജീഷ്, 5-ാം പ്രതി മുഹമ്മദ് ഷാഫി, 6-ാം പ്രതി അണ്ണൻ സജിത്ത് എന്നിവർ ഉൾപ്പെട്ടത്. ജയിൽ മാനുവലിന് വിരുദ്ധമായിട്ടാണ് ഇവർക്ക് റിമിഷൻ കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള തീരുമാനം ഗവൺമെൻറ് എടുക്കുന്നത്. ഇവിടെ DGP റെക്കമെൻഡ് ചെയ്തു എന്നാണ് ഞാൻ മാധ്യമങ്ങളിലൂടെ കണ്ടത്. DGPക്ക് അത് റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരമില്ല. കാരണം നിലവിലുള്ള നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഒരു നടപടി എടുക്കണമെന്ന് പ്രേരിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു റെക്കമെൻഡേഷൻ ജയിൽ DGPക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? പ്രതികളുടെ ബന്ധുക്കൾ, അയൽക്കാർ, കേസിലെ ഇര എന്നിവരുമായി സംസാരിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച നിർദ്ദേശം. TK രജീഷും മുഹമ്മദ് ഷാഫിയും അണ്ണൻ സിജിത്തും ഉൾപ്പെടെ കേസിലെ 5 പ്രതികളും നിലവിൽ പരോളിലാണ്. തിരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് ശേഷം തിരുത്തുമെന്ന് പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയുമാണ്. ഏറ്റവും കൂടുതൽ പഴികേട്ട ആഭ്യന്തര വകുപ്പിൽ നിന്നുമാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള വിചിത്ര നീക്കങ്ങൾ. TP കേസ് പ്രതികൾക്ക് അനർഹമായി പരോൾ ലഭിക്കുന്നുവെന്ന ആക്ഷേപങ്ങൾക്കിടയിലാണ് ശിക്ഷാ ഇളവിനുള്ള സർക്കാർ നീക്കം. പോലീസ് റിപ്പോർട്ട് തയ്യാറാക്കിയാലും ഗവർണർ ഒപ്പിടണമെന്നതിനാൽ ശിക്ഷാ ഇളവ് നടപ്പിലാക്കാൻ ഇടയില്ല. ഇതാണ് നമ്മെ ഞെട്ടിപ്പിക്കുന്ന വളരെ വിചിത്രമായ നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കൊടും ക്രിമിനലുകൾക്ക്, അതായത് TP 51 വെട്ടി ഇല്ലാതാക്കിയ കൊടും ക്രിമിനലുകൾക്ക് നേരിട്ട് ബന്ധമുള്ള പ്രതികൾക്കാണ് ഇത്തരത്തിലുള്ള ഇളവ് നൽകാനുള്ള നീക്കം നടന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ വ്യക്തമാക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. ചർച്ചയിൽ നമ്മോടൊപ്പം റെജി ലൂക്കോസ്, ഇടതു സഹയാത്രികൻ ശ്രീ N വേണു, RMB നേതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, അസാധാരണമായ ഒരു നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ ജയിൽ സൂപ്രണ്ടിൻ്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. പോലീസിനോട് റിപ്പോർട്ട് തേടിക്കൊണ്ട്, അതും 3 TP കേസിലെ പ്രധാനപ്പെട്ട ക്രിമിനലുകൾക്ക് ഇളവ് നൽകാൻ ആവശ്യപ്പെടുന്ന സാഹചര്യം. എങ്ങനെയാണിവർ ഈ ഇളവിൻ്റെ പട്ടികയിൽ ഇടം നേടുന്നത്? ശ്രീ റെജി ലൂക്കോസ്. പ്രതീക്ഷ ഒരു അല്പസമയം തരണം. അതായത് ജയിൽ നിയമങ്ങളെ കുറിച്ചോ ഉള്ള വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് വസ്തുതകൾ വിശകലനം ചെയ്യാതെ ഒരു വ്യാജ വാർത്തയാണിത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ചത്? അല്ല, ബഹുമാനപ്പെട്ട നിയമമന്ത്രി P രാജീവ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ മുമ്പിലാണ് അദ്ദേഹം പ്രതികരിച്ച് ഈ വാർത്ത വന്ന ഉടൻ തന്നെ അദ്ദേഹം എന്താ പറഞ്ഞെന്നുള്ളത് നിങ്ങൾ കേട്ടായിരുന്നോ? എന്തുകൊണ്ടാണ് നിങ്ങൾ വാർത്ത കൊടുക്കാത്തത്? അദ്ദേഹം എന്താ പറഞ്ഞേ? ജയിൽ ഉപദേശക സമിതി, ജില്ലാ ജഡ്ജി ഉൾപ്പെടെയുള്ള ജയിൽ ഉപദേശക സമിതി 54 പേരുടെ ഒരു ലിസ്റ്റ് കൊടുത്തതായിട്ട് അറിയുന്നുണ്ട്. അതിൽ ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ 3 പ്രതികളുണ്ടായി. എന്നാൽ ഹൈക്കോടതി നിയമപ്രകാരവും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നിലവിലുള്ള നിയമത്തിനെ വ്യതിചലിച്ചുകൊണ്ട് ഒറ്റ ആൾക്ക് പോലും ശിക്ഷ ഇളവ് നൽകത്തില്ല എന്നും, ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ആരുടെയെങ്കിലും പേര് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചൊന്നും നിയമത്തെ മാറ്റാൻ പറ്റത്തില്ലെന്നും, പ്രതികൾക്ക് യാതൊരു ഇളവും നൽകത്തില്ലെന്നും അങ്ങനെ ഒരു നയമാണ് സർക്കാരിന്റെ എന്ന് മാധ്യമങ്ങളുടെ പരസ്യമായിട്ട് പ്രചരിച്ചപ്പോൾ എന്തിനാണ് നിങ്ങൾ ഈ ഗവൺമെന്റിനെ ഇകഴ്ത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ഇത്തരം വ്യാജ വാർത്തകൾ, ഇതുപോലെ വസ്തുതകളില്ലാത്ത കാര്യങ്ങളും പരമ്പരകൾ തന്നെ തീർത്തുകൊണ്ട് ഇങ്ങനെ ഈ സർക്കാരിനെ, ഈ ഗവൺമെന്റിനെ, ഈ പാർട്ടിയെ നശിപ്പിക്കാൻ എന്തിനാ ശ്രമിക്കുന്നത്? അത് വളരെ മോശമാണ്. ഇത് പ്രതിഷേധാർഹമാണ്. എന്തുകൊണ്ട് P രാജീവിനെ പോലുള്ള ഉത്തരവാദിത്തമുള്ള നിയമമന്ത്രി പറഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ട് വാർത്ത കൊടുക്കുന്നില്ല? അദ്ദേഹം പോലും ഞെട്ടിപ്പോയത് കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞൊരു മന്ത്രി നിരൂപിച്ചാൽ പോലും നടക്കുകയില്ല. ഇത് ആത്യന്തികമായി ഒപ്പിടേണ്ടത് ഗവർണറാണ്. തന്നെയല്ല ജയിൽ ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആരാ? ജില്ലാ ജഡ്ജിയാണ്. അവരൊരു ലിസ്റ്റ് തയ്യാറാക്കി
ഒരു ഉദ്യോഗസ്ഥനാണ് ആ പേര് വെച്ചതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് സംശയം കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം പറഞ്ഞത്. ഒരു ഉദ്യോഗസ്ഥ മനസ്സ് വെച്ചാലൊന്നും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ലെന്ന്. ഇതിനകത്ത് ജയിലിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഒരു ജയിൽ നിയമങ്ങളുടെ ഇതനുസരിച്ച്. അങ്ങനെ വല്ലോ ആർക്കെങ്കിലും അങ്ങനെ പിന്നെ ഇറക്കി വിടാൻ പറ്റുന്ന ഒരു നിയമസമിതിയാണ് സംസ്ഥാനത്തുള്ളത്. ഇത് വെച്ചുകൊണ്ട് ഇതിനെ ഈ ജയിൽ സൂപ്രണ്ട് ഈ സർക്കാരിന്റെ ഭാഗമല്ലേ? ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന് മാത്രം നോക്കൂ, എന്താണ് ഹൈക്കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയുണ്ട്. ആ വിധി ഇവിടെ കാറ്റിൽ പറത്തപ്പെട്ടിരിക്കുന്നു. പിന്നീട് താങ്കൾ പറഞ്ഞതുപോലെ ജയിലിന്റെ സ്വാഭാവികമായ നിയമങ്ങളുണ്ട്. ഒരാൾക്ക് എങ്ങനെയാണ് റിപ്പോർട്ട് നൽകേണ്ടത്, ഒരു ഇളവ് നൽകേണ്ടത് എന്നത് സംബന്ധിച്ച് അവിടെ ഒരു നമ്മുടെ സമിതി, ജയിൽ ഉപദേശക സമിതിയുണ്ട്. അവിടേക്കൊക്കെ ഈ പരിഗണനയ്ക്ക് പിന്നെ പോലീസിന്റെ റിപ്പോർട്ട് വരുമ്പോഴൊക്കെ, പ്രൊബേഷൻ റിപ്പോർട്ടൊക്കെ പരിഗണിച്ച് വരുമ്പോഴൊക്കെ എന്താണ് അവിടെ മാനദണ്ഡമാകേണ്ടത്? 10 വർഷത്തിന് കൂടുതൽ ശിക്ഷ അനുഭവിച്ച് നല്ല നടപ്പിന്, അതായത് ഇനി ഒരു കുറ്റം ചെയ്യത്തില്ല എന്ന് ബോധ്യപ്പെട്ട് ജയിലിൽ നിന്നിറങ്ങുമ്പോൾ നല്ല പിള്ളയായി പുറത്തേക്ക് വരേണ്ട ആളുകൾ. ഈ 3 കൊടും ക്രിമിനൽ നല്ല പിള്ളയാണോ ശ്രീ റെജി ലൂക്കോസ്? നല്ല പിള്ളയാണോ ഈ 3 പറയൂ താങ്കൾ. അപ്പോൾ ഈ സ്വാഭാവികത എന്ന് പറയുമ്പോൾ അസ്വാഭാവികമായി ഒരുപാട്, ഒരു നൂലിൽ കോർക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു തരാം. കഴിഞ്ഞ ഒരു 10-12 വർഷക്കാലമായിട്ടുള്ള ഈ പ്രതികൾക്ക് നൽകിയിട്ടുള്ള സുഖകരമായിട്ടുള്ള ലാവണങ്ങൾ ഒരുക്കിയതിന്റെ തെളിവുകൾ അങ്ങേക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ വന്ന് പറ്റിയ തെറ്റൊന്നുമല്ല. അങ്ങനെ നല്ല പിള്ള ചമയിൽ ശ്രീ റെജി ലൂക്കോസ്. പ്രജീഷ് ഒരു കാര്യം മനസ്സിലാക്കണം. എത്ര ശക്തമായ വാക്കുകൾ കൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാലും വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് അതിനുള്ള അജണ്ട പൂർത്തീകരിക്കാന്ന് പറഞ്ഞാൽ നടക്കുകയല്ല. എന്ത് അജണ്ടയാണ്? ആരാണ് അജണ്ട ചമഞ്ഞത്? അല്ല, അജണ്ട എങ്കിൽ പറയണം, ആരാണ് അജണ്ട ചമഞ്ഞത്? താങ്കൾ പറയൂ, ആരാണ് അജണ്ട ചമഞ്ഞത്? അങ്ങനെ പറഞ്ഞൊന്നും പറ്റില്ല. അങ്ങനെ അല്ലല്ല, അജണ്ട ആരാണ് ചമച്ചത്? അങ്ങനെയെങ്കിൽ ഈ ഗൂഢാലോചനക്കാരൻ ഈ സൂപ്രണ്ടായിരിക്കണം, ഈ ജയിൽ സൂപ്രണ്ടായിരിക്കണം. സർക്കാരിനെ കരിവാരിത്തേക്കാൻ നടത്തിയിരിക്കുന്ന ഗൂഢാലോചനയുടെ ഫസ്റ്റ് കണ്ണിയിൽ പെടുന്നയാൾ ഈ ജയിൽ സൂപ്രണ്ടായിരിക്കണം. അത് സമ്മതിക്കുന്നുണ്ടോ താങ്കൾ? അദ്ദേഹമാണോ ഗൂഢാലോചന നടത്തിയത്? വസ്തുതകൾ ഞാൻ പറയട്ടെ, ദയവായിട്ട് എന്നെ ഒന്ന് കേൾക്കൂ. വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നതാണ്. അത് ഏത് മാധ്യമങ്ങളും, ഞാൻ പ്രജീഷയെ മാത്രമായിട്ട് പിൻപോയിന്റ് ചെയ്യുന്നതല്ല. അതാണ് അജണ്ട എന്ന് പറയുന്നത്. ജില്ലാ ജഡ്ജി സഹിതമുള്ള ലിസ്റ്റ് എടുക്കുന്നത്, ജയിൽ സൂപ്രണ്ട് അത് എഴുതി വെക്കുന്നു. അത് ആ എഴുതി വെച്ചതിന്റെ പേരിൽ, അല്ലെ അവര് ശുപാർശ ചെയ്തതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ക്രിമിനലിന് ശിക്ഷ ഇളവ് നൽകുന്നു. നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് എന്ത് നിയമത്തിന്റെ? ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഈ ജില്ലാ ജയിൽ സൂപ്രണ്ട് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ, കാരണം ഇതൊരു സർക്കാരിനെ പോലും പൊളിറ്റിക്കലി ഇകഴ്ത്തുന്ന, കാലങ്ങളായിട്ട് രാഷ്ട്രീയമായിട്ട് വേട്ടയാടുന്ന ഒരു വിഷയത്തിലുള്ള പ്രതികൾക്ക് ഇങ്ങനെ ഒരു പട്ടികയിൽ ഇളവ് നൽകി കഴിഞ്ഞാൽ അത് വലിയൊരു തിരിച്ചടിയുടെ തലത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അത് വീണ്ടും ഒരു തിരിച്ചടിയാകുമെന്നൊക്കെ തന്നെ ഒരു ചിന്തിക്കാനുള്ള ബോധ്യമില്ലാത്ത ഒരാളാണോ ഇദ്ദേഹം? അപ്പോൾ ഒരു പ്രഷർ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സാമാന്യമുള്ള ആളുകൾ അത് ചിന്തിച്ചു കഴിഞ്ഞാൽ, അതാണ് ഒരു നടപടിക്ക് പോലും ഒരു പക്ഷേ ഏകപക്ഷീയമായ ഒരു നിലപാട് സ്വീകരിച്ചാൽ വിധേയനാകുന്ന ഒരു തരത്തിലുള്ള ഒരു നിലപാടാണത്. അത് ആ വ്യക്തി, ഈ സൂപ്രണ്ട്, ജയിൽ സൂപ്രണ്ട് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ നീക്കം നടത്തുമെന്ന് അപ്പാടെ വിശ്വസിക്കാൻ കഴിയുമോ? അല്ല പ്രജീഷേ, സാമാന്യ ബുദ്ധി ഇത് എത്ര ലക്ഷങ്ങൾ കാണുന്ന ഒരു ചർച്ചയാണ്. ജയിൽ സൂപ്രണ്ട് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ മാത്രം നിങ്ങൾ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് സർക്കാരോ അല്ലെങ്കിൽ പാർട്ടിയോ അറിയാതെ കണ്ട് ഇവർക്ക് ഇളവ് കൊടുക്കാനായിട്ടുള്ള നീക്കം നടക്കില്ല നിങ്ങൾ പറയുന്നതിനാണ് ഈ അജണ്ട എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയേ, 2017-ലോ 18-ലാണെന്ന് പറഞ്ഞത് എന്റെ ഓർമ്മ ശരിയില്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുപോലെ പല, ഈ കേസ് തന്നെയല്ല, പലരുടെ ഈ ജയിൽ ഉപദേശ സമിതി, ജില്ലാ ജഡ്ജി അടക്കുന്ന ജയിൽ ഉപദേശ സമിതി, അത് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളുടെ സാമൂഹ്യ പ്രവർത്തകരുണ്ട്. അവർ കൊടുക്കുന്ന പല ലിസ്റ്റുകളും കാലാകാലങ്ങളിലുള്ള സർക്കാർ അതിൽ നിന്ന് എത്രയോ പേരെ അവരെ കട്ട് ചെയ്ത് കളയുന്നു. അത് പിന്നെയും അത് സ്ക്രീനിങ്ങിന് വെക്കും. അത് കഴിഞ്ഞ് ഗവൺമെന്റ് അന്തിമ ലിസ്റ്റ് ഗവർണർക്ക് കൊടുക്കും. ഗവർണർ അംഗീകരിച്ചാൽ മാത്രമേ ഉള്ളൂ ഏതൊരു വ്യക്തിക്ക് ശിക്ഷാളവ് കിട്ടത്തുള്ളൂ. ഈ നിയമം പ്രത്യേകിച്ച് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് 20 വർഷത്തേക്ക് ഇവർക്ക് ജാമ്യം പോലും കൊടുക്കാൻ പാടില്ല എന്ന്. അതിനെപ്പോലും അതിലംഘിച്ചുകൊണ്ട് ഗവൺമെന്റ് മനഃപൂർവ്വം പാർട്ടിയുടെ അതിനെപ്പോലും ലംഘിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഗുരുതരമാണ്, വളരെ ഗുരുതരമാണ്. കാരണം ഇപ്പോൾ എന്താണ് CPM-ന്റെ സംസ്ഥാന സമിതി അംഗം പറയുന്ന ഒരു കാര്യമുണ്ട്. അനിൽകുമാർ രാവിലെ അദ്ദേഹം പറഞ്ഞത് കാര്യം എന്താ, ജയിൽ സൂപ്രണ്ടിന്റെ ജയിൽ വൃത്തങ്ങളിലേക്ക് ഈ ഉത്തരവ് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒന്ന് മനസ്സിലാക്കണം, അതായത് ഉത്തരവ് വന്നിട്ടില്ല എന്ന് പിടിവള്ളിയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിനുശേഷമാണ് ഈ ബൽറാം കുമാർ ഉപാധ്യയുടെ പ്രതികരണം വരുന്നത്. അതായത് ഒരു തരത്തിലും
ജയിലിന് പുറത്തേക്ക് ഇവർ പോകില്ല എന്ന് പറയുന്നു. കാരണം സ്വാഭാവികമായ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ അവിടെയും ഉത്തരവ് വന്നിട്ടില്ല എന്നൊരു ഉപാധി ഇവർക്ക് വേണ്ടി ഒരു സംസ്ഥാന സമിതി അംഗം ഒരു ന്യായീകരണ ഉപാധി തേടുകയാണ്. അപ്പോൾ അസ്വാഭാവികതയുടെ ഒരുപാട് തലങ്ങൾ ഇങ്ങനെ നിഴലിച്ച് നിൽക്കുകയാണ് ശ്രീ റെജി ലൂക്കോസ്. അല്ല പ്രതീക്ഷ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വളരെ വ്യക്തമായിട്ട് ചോദിക്കട്ടെ. നിങ്ങൾ എന്തുകൊണ്ടാണ് ആധികാരികമായിട്ട് പറയേണ്ട കേരളത്തിന്റെ നിയമമന്ത്രി ഇത് കേട്ട ഉടനെ തന്നെ മാധ്യമങ്ങളോട് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് വിശദീകരിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത്? മറ്റു മാധ്യമങ്ങൾ കാണിച്ചല്ലോ. അദ്ദേഹം പറയുന്നതിനപ്പുറമായിട്ട് ഒരു ആധികാരികതയോ വിശദീകരണങ്ങളോ ഇതിനകത്തുണ്ടോ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ സർക്കാരിനെ ഈ ഗവൺമെന്റിന് നിങ്ങൾ ഇങ്ങനെ പ്രതികൂട്ടി ചേർത്തത്? ഒരൊറ്റ ചോദ്യം ഞാൻ പ്രതീക്ഷയോട് ചോദിക്കാം, മറുപടി പറയാൻ പറ്റുമോ? ഇന്നുണ്ടായ ഒരു സംഭവം ഞാൻ പറയാം, മാതൃഭൂമി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്താ. ഇന്നെന്താ സംഭവിച്ചത്? RSS ശക്തി കേന്ദ്രത്തിൽ നിന്നും 2 സ്റ്റീൽ ബോംബുകൾ കണ്ടുപിടിച്ചിരിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് അത് CPM ആ വാർത്ത കൊടുത്തിട്ടുണ്ട്? ആ തലക്കെട്ട് താങ്കൾ കേട്ടോ എന്ന് എനിക്കറിയില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിനോട് ചേർത്താണ് ആ തലക്കെട്ട് പോകുന്നത്. അനുബന്ധമായി ഇന്ന് ചർച്ചയ്ക്ക് ആദ്യമായി എടുക്കേണ്ട വിഷയം ഇതാണ്. അതിനുശേഷം അനുബന്ധമായി ഈ ബോംബ് വാർത്തയും പിന്നാലെ വരും. അതിലൊന്നും ഒരു കുറവും ആരും കാണിക്കില്ല. ശ്രീ റെജി ലൂക്കോസ്, ഞാൻ ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം, ഈ പറയുന്ന അണ്ണൻ സിജിത്ത് അടക്കം എല്ലാ കാലവും ഇപ്പോൾ അവർ പരോളിലാണ്. ഒരുക്കി കൊടുത്തിട്ടില്ല ലാവണങ്ങൾ, അവർക്ക് സുഖവാസത്തിന് സൗകര്യം ഒരുക്കിയിട്ടില്ല, ഒന്നും പറയാൻ കഴിയില്ല. കാരണം 4-5 വർഷം മുമ്പാണ് ഈ അണ്ണൻ സീറ്റിന്റെ കയ്യിൽ നിന്നും ജയിലിൽ ഫോണടക്കം പിടിച്ചെടുക്കുന്നത്. FB പോലും ഉപയോഗിക്കുക ജയിലിലിരുന്ന്. അതിൻ്റെ അടക്കം തെളിവുകൾ പുറത്തേക്ക് വരുന്നു. വാർത്തകളായതിന് തൊട്ടു പിന്നാലെ മാത്രമാണ് ഓരോന്നിലും നടപടി സ്വീകരിക്കുന്നതും അങ്ങനെയൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയല്ല ഈ സർക്കാരിന്റെ നയം അവരോട് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഇതിൽ പ്രത്യേക താല്പര്യം ഉണ്ടാകുമ്പോൾ ഈ സംശയങ്ങൾ സ്വാഭാവികമല്ലേ ശ്രീ റെജി ലൂക്കോസ്? ആർക്ക് താല്പര്യം എന്നാ പറയുന്നത്? കേരളത്തിന്റെ നിയമവ്യവസ്ഥയെ ഹൈക്കോടതി ഉത്തരവിനെ മറികടന്നുകൊണ്ട് ഈ രാജ്യത്ത് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജയിൽ ശിക്ഷ ഇളവ് നൽകാൻ പറ്റുമോ? അപ്പൊ അതാണ് പറഞ്ഞത്. ശരി, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ റെജി ലൂക്കോസ്, ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞത് അങ്ങ് കേട്ടോ എന്ന് എനിക്കറിയില്ല. കാരണം സർക്കാരിന് ഇത് കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന് ഒരു തരത്തിലും ബന്ധമില്ല. ആഭ്യന്തര വകുപ്പിനെ നിങ്ങൾ ഇതിലേക്ക് കണ്ണി ചേർക്കേണ്ടതില്ല. നിയമമന്ത്രി P. രാജീവ് പറഞ്ഞു ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായി ഒരു നടപടിയും ഉണ്ടാകില്ല. സ്വാഭാവികമായും ജയിലിന്റെ കീഴ്വഴക്കങ്ങൾ അനുസരിച്ച് ചില ആളുകളുടെ പട്ടികകൾ വരിക സ്വാഭാവികമാണ്. അതിൽ പല സ്ക്രീനിംഗ് ഉണ്ട്. അതിൽ ഒരു ഉദ്യോഗസ്ഥൻ എടുത്ത നിലപാടിനപ്പുറത്തേക്ക് ഇതിനെ മറ്റൊന്നുമായി ചേർത്ത് വായിക്കേണ്ടതില്ല എന്നാണ് ഇടത് കേന്ദ്രത്തിൽ നിന്നും വരുന്ന മറുപടി. താങ്കളത് ഉൾക്കൊള്ളുന്നുണ്ടോ? ശ്രീ N. വേണു, കേൾക്കാമെങ്കിൽ ചോദ്യം. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് KK രമയുടെ പ്രതികരണം ഇന്ന് വരികയുണ്ടായിരുന്നു. അത് നമ്മൾ നേരത്തെ കേട്ടു. MV ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ആയില്ല. അദ്ദേഹത്തിനോട് ചോദിച്ചു. ഒരു ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കത്തിൽ ഒന്നും പറയാനില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ആ ബൈറ്റ് ഒന്ന് കേൾക്കാം. ഇപ്പോൾ MV ഗോവിന്ദൻ ഇക്കാര്യത്തിൽ മൗനം തുടരുന്നു. ആഭ്യന്തര വകുപ്പ് തീർച്ചയായും ഇതിൽ മറുപടി പറയണം. കാരണം ഒരു കോടതി ഉത്തരവാണ് ഈ പബ്ലിക് ഡൊമൈനിന്റെ മുന്നിൽ ഉള്ളത്. ആ കോടതി ഉത്തരവ് തീർച്ചയായും അത് ലംഘിക്കപ്പെടുമ്പോൾ അത് വളരെ ഗുരുതരമായൊരു സാഹചര്യമാണ്. ശ്രീ N. വേണു, താങ്കളിലേക്ക് തത്സമയം പോകാൻ കഴിയാത്ത ടെക്നിക്കൽ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് താങ്കളുടെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയാണ്. ശ്രീ N. വേണു, ഇവിടെ ഇപ്പോൾ ഇടത് കേന്ദ്രങ്ങൾ പറയുന്നത് ആഭ്യന്തര വകുപ്പുമായി ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യവുമില്ല. ഒരു ഉദ്യോഗസ്ഥന്, ഒരു സൂപ്രണ്ടിന് പറ്റിയ പിഴവെന്നും പറയുന്നില്ല, സ്വാഭാവിക നടപടിക്രമങ്ങൾ അദ്ദേഹം അതിൻ്റെ നീക്കത്തിന് തുടക്കമിടുകയായിരുന്നു എന്നാണ്. എന്താണ് RMB ഇക്കാര്യത്തിൽ കാണുന്ന ദുസൂചനകൾ? സ്വാഭാവിക നടപടിക്രമങ്ങൾ എന്ന നിലയിൽ ഇതിനെ കാണാൻ കഴിയില്ല. കാരണം TP കേസിലെ പ്രതികൾക്ക് അവർ ശിക്ഷിക്കപ്പെട്ട അന്നു മുതൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ എല്ലാം ചെയ്ത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും CPM എന്ന പാർട്ടിയുമാണ്. ഏറ്റവും ഒടുവിൽ ഇവരെ അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും നടത്തി അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് കേരള ഹൈക്കോടതി കീഴ്ക്കോടതി വിധി ഇരട്ട ജീവപര്യന്തമായി മാറ്റുകയും 20 വർഷം പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് ശിക്ഷ ഇളവിനുൾപ്പെടെയുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിയൂ ഉൾപ്പെടെ വളരെ വ്യക്തമായ വിധി പറഞ്ഞു.
ആ വിധിയെ പോലും ലംഘിച്ചു എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിയെ പോലും അതിന്റെ ജുഡീഷ്യറിയുടെ അധികാരങ്ങളെയും ജുഡീഷ്യറിയെയും തിരസ്കരിച്ചുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ടാണ് CPIM-ഉം ഈ ഗവൺമെന്റും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗം ഞാൻ പറയുന്നത് ഏതൊക്കെ വെളിവുള്ള തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും ഹൈക്കോടതി വിധിയെ ലംഘിച്ചുകൊണ്ട് TP കേസിലെ കൊടും ക്രിമിനലുകളായി ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുള്ള 3 പേരുടെ ശിക്ഷ ഇളവ് ചെയ്യാൻ വേണ്ടി അന്വേഷണത്തിന് പാനൂര് പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചിരിക്കുകയാണ്. ഉത്തരവ് ശ്രീ എൻ വേണു, CPM-ന്റെ സംസ്ഥാന സമിതി അംഗം അനിൽകുമാർ പറഞ്ഞത് ആ ഉത്തരവ് ഈ കോടതിക്ക് ഈ ജയിലധികൃതർക്ക് മുന്നിൽ എത്തിയിട്ടില്ല എന്നാണ്. ജയിലർക്ക് അന്വേഷണത്തിന് വേണ്ടിയിട്ട് പാനൂര് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ അദ്ദേഹത്തെ അവർ അന്വേഷണ ഘട്ടത്തിലാണുള്ളത്. ഈ 3 പേര് മണൻ ഷിജിത്ത്, അതേപോലെ തന്നെ പിന്നെ മുഹമ്മദ് ഷാഫി, രജീഷ് ഉൾപ്പെടെയുള്ള പ്രതികൾ, ആ പ്രതികളുടെ വേണ്ടി ശിക്ഷയുടെ വേണ്ടി അന്വേഷണത്തിന് വേണ്ടിയിട്ട് പാനൂര് പോലീസ് സ്റ്റേഷന് മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഇവരുടെ ലിസ്റ്റ്. ഈ ലിസ്റ്റ് ആഭ്യന്തര മന്ത്രാലയം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് അറിയാതെയാണ് വരുന്നത്. ആഭ്യന്തര വകുപ്പ് ഇവിടെ ആഭ്യന്തര വകുപ്പ് ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ആഭ്യന്തര വകുപ്പ് അറിയാതെയാണ് ഇത് വന്നതെങ്കിൽ ആഭ്യന്തര മന്ത്രി എന്നത് പിണറായി വിജയൻ ഒരു നിമിഷം അധികാരത്തിൽ തുടരാൻ പാടില്ല. അതൊന്നല്ല, ഈ ആളുകളെ വെറും വിഡ്ഢികളാക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതില്ല. എന്ന് പറഞ്ഞാൽ TP കേസ്, TPയുടെ കൊലപാതകം, ആ കൊലപാതകം CPIM-ന്റെ സംസ്ഥാന നേതൃത്വം എടുത്ത തീരുമാനമാണ്. പാർട്ടിയിലെ ഉന്നതർക്ക് പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ രക്ഷിക്കുക എന്നത് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുക എന്നത് CPIM-ന്റെ അജണ്ടയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്ക്, ഇപ്പോൾ തൊട്ടടുത്തുള്ള 5 പേർക്ക് ഒന്നായിട്ട് പരോൾ അനുവദിച്ചത്, 5 പേർക്ക് ഒന്നായിട്ട് പരോൾ അനുവദിക്കുകയാണ്. നേരത്തെ ഇവർക്ക് ഇഷ്ടം പോലെ പരോളുകളും ആനുകൂല്യങ്ങളും കിട്ടി. ജയിലിൽ സുഖവാസ കേന്ദ്രങ്ങളായി മാറുകയാണ്, സുഖ ചികിത്സകൾ കൊടുക്കുകയാണ്, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. ശ്രീ എൻ വേണു, കാരണം ഗുരുതരമായ ഒരു വിഷയം ഈ ഹൈക്കോടതി ഇക്കാര്യത്തിൽ, കാരണം ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടത്തിയ ഈ പ്രതികൾ ഒരിക്കലും മാപ്പ് അർഹിക്കുന്നവരാണ്. മാത്രമല്ല നമ്മൾ എന്താണ് ഇവരൊക്കെ അങ്ങ് സ്വാതന്ത്ര്യ സമരം നടത്തി ജയിലിലേക്ക് പോയ ആളുകളല്ല. ഒരു മനുഷ്യനെ പച്ചയ്ക്ക് ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തി അങ്ങേയറ്റത്ത് നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയ ആളുകൾ. മാത്രമല്ല ഈ പറയുന്ന TK രജീഷുമായി ബന്ധപ്പെട്ട് ഒരുപാട് വേറൊരു കേസ് ഈ കർണാടകയുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നും പോലീസുകാർ വന്ന് ഇവിടെ അന്വേഷിച്ചിട്ട് അവിടെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയ വ്യക്തിയാണ്. ആ കേസ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ക്രിമിനൽ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന ജയിലിലെ അടിയുമായി ബന്ധപ്പെട്ട് പിന്നീട് ഉള്ള പങ്ക് ബോധ്യപ്പെട്ട ആളുകൾ, ഇവരെയൊക്കെ എങ്ങനെയാണ് നല്ല നടപ്പുള്ള, നല്ല മേനിയുള്ള, നല്ല കുഞ്ഞാടുകളെ പോലെ ഇവർ ഈ പട്ടികയിൽ, ഇളവുള്ള പട്ടികയിൽ എങ്ങനെ ഇടം നേടി എന്ന് പറയുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്റെ പിഴമായി മാത്രം അതിനെ കണ്ടാൽ മതിയോ? ഒരിക്കലുമല്ല. ഇതുപോലെ കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേസിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നിലപാട് സ്വീകരിക്കുമെന്ന് തലയ്ക്ക് വെളിയുള്ള ആരും വിശ്വസിക്കില്ല. കാരണം ഇവരുടെ നിലപാട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ PK കുഞ്ഞനന്ദന്റെ 2 വാർഷികം രക്തസാക്ഷി വാർഷികം ആഘോഷിച്ചു കഴിഞ്ഞു. PK കുഞ്ഞനന്ദന് സർട്ടിഫിക്കറ്റ് കൊടുത്തത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. PK കുഞ്ഞനന്ദൻ നമുക്ക് വേണ്ടപ്പെട്ടവരാണ് എന്ന് പറഞ്ഞ് പരസ്യമായി പറഞ്ഞ ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. എന്ന് പറഞ്ഞ് ഈ കേസിൽ മരിച്ചതിന് ശേഷവും ശിക്ഷ ഉറപ്പുവരുത്തുകയും ഒക്കെ ചെയ്തിട്ട് ഹൈക്കോടതി വിധി ഉൾപ്പെടെ വന്നിട്ടും ആ കുഞ്ഞനന്ദനെ ന്യായീകരിക്കുന്ന ഈ പാർട്ടി മാത്രമല്ല ശ്രീ എൻ വേണു, അതായത് ഈ KC രാമചന്ദ്രൻ 8ാം പ്രതിയെ പോലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് PBയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷമാണെന്ന് ഓർക്കണം. അല്ല, ഇത് ഞാൻ പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. ഈ പുറത്താക്കുക എന്നൊക്കെ പറയുന്നത് ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞൊരു കാര്യമുള്ളൂ. KC രാമേന്ദ്രൻ ഉൾപ്പെടെ കേസുകൾ രാമൻപിള്ളയാണല്ലോ ഹൈക്കോടതിയിൽ നടത്തിയത്. ആ കേസ് KC രാമേന്ദ്രനും അതുപോലെ തന്നെ കൊടിസുനിയും കിർമാണി മനോജും മുഹമ്മദ് ഷാഫിയും ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഒരു വക്കീല ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് ഏർപ്പാടാക്കുന്ന CPM-ആണ്. KC രാമേന്ദ്രൻ പുറത്താക്കുക എന്ന് പറയുന്നത് ഗത്യന്തരമില്ലാതെ ഒരാളുടെ പേരിൽ കേസ് ചാർത്തി അവരുൾപ്പെടെ ആലോചിച്ചുകൊണ്ട് തടിതപ്പാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു അഭ്യാസം മാത്രമാണ്. KC രാമേന്ദ്രൻ ഉൾപ്പെടെ എല്ലാ സംരക്ഷണവും നൽകുന്നത് CPM-ആണ്. KC രാമേന്ദ്രൻ പരോൾ കൊടുക്കുന്നു, അദ്ദേഹത്തിന് ചികിത്സ കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് ആരാ? ഈ ഗവൺമെന്റാണ്. CPM അറിയാതെയാണോ? ഇതൊക്കെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടല്ലാതെ മറ്റൊന്നും. ഇതിന് കാരണം എന്ന് മാത്രമേ ഉള്ളൂ, TP ചന്ദ്രശേഖരനെ കൊല ചെയ്യാൻ തീരുമാനിച്ച CPIM-ന്റെ ഉന്നത നേതൃത്വമാണ്. ഇവർക്ക് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ പലരുടെയും തല ഉരുളും എന്നവർക്കറിയാം. മാത്രമല്ല ഞാൻ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ശ്രീ എൻ വേണു, ചില സംശയങ്ങളും ദുരൂഹതകളും അതിന്റെ സ്ഥിരീകരണം നമ്മുടെ മുന്നിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് കാര്യമുണ്ടാക്കി TK രജീഷ് എന്ന് പറയുന്ന ചില്ലറ പുള്ളിയല്ല. അന്ന് മഹാരാഷ്ട്രയിൽ പോയി, അന്ന് മഹാരാഷ്ട്രയിലാണെന്ന് തോന്നുന്നു, അറസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ മൊബൈലിൽ നിന്നും ഒരു വലിയ വ്യക്തിയുടെ മൊബൈൽ നമ്പരോ കോളുമായി ബന്ധപ്പെട്ടൊക്കെ അന്നത്തെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. പിന്നീട് അതൊക്കെ മാഞ്ഞുപോയി. പിന്നീടുള്ള സോളാർ സമരങ്ങൾ,
അതിലെ ഒത്തുതീർപ്പുകൾ ഇതുമായിട്ടൊക്കെ പലരും ചേർത്ത് വായിക്കുന്നുണ്ട്. നമുക്ക് സ്ഥിരീകരണമില്ല. അങ്ങനെ പലരും ആ നാട്ടിലുള്ള ആളുകൾക്ക്, അറിവുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പലരും തുറന്ന് പറഞ്ഞു തുടങ്ങിയാൽ പലതുമൊക്കെ പുറത്തേക്ക് വരും. ഉപകാരസ്മരണയാണോ എന്നൊക്കെ രാഷ്ട്രീയ എതിരാളികൾ സംശയിച്ചാൽ തീർച്ചയായും CPIM ഉന്നതരിലേക്ക് അന്വേഷണം നടത്താൻ വേണ്ടിയുള്ള പഠിച്ച പണി 18 CPM എടുത്തിട്ടുണ്ട്. അതില് ഏതൊക്കെ എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് കൃത്യത ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്. CBI ബാക്കി തുടർ അന്വേഷണത്തിന് വേണ്ടി CBIക്ക് വേണ്ടി ഒരു ഹർജി ഹൈക്കോടതിയിലുണ്ട്. ആ ഹൈക്കോടതിയിൽ ഉള്ള ആ പെറ്റീഷന്റെ മേലെ കേരള സംസ്ഥാന ഗവൺമെന്റ് ഒരു വിധത്തിലും CBI അന്വേഷിക്കരുത് പറയുകയാണ്. അപ്പോൾ കാര്യം വ്യക്തമാണ്. CBI അന്വേഷിച്ചാൽ ഇതിന് മേലെയുള്ള ആളുകളുടെ പേരുൾപ്പെടെ ഈ കേസിൽ വരുമെന്ന ഉറപ്പ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് കേരള ഗവൺമെന്റ് പ്രത്യേക വക്കീലിനെ ഏർപ്പാടാക്കി CP ചന്ദ്രശേഖരൻ കേസ് CBI അന്വേഷിക്കാൻ പാടില്ല എന്ന വാദഗതി അവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു കാര്യം മറുപടി, ഇപ്പൊ ഈ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട, കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഇവർക്ക് TP ചന്ദ്രസേനെ കൊല്ലാൻ ഒരു കാര്യമില്ല. ഇതൊരു രാഷ്ട്രീയ കൊലപാതകം. അതാണ് ഹൈക്കോടതിയും കീഴ്ക്കോടതിയും ഒക്കെ പറഞ്ഞത്. ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ്. ഈ കൊലപാതകം അവസാനിക്കുന്നില്ല. ആ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ഭാഗമായിട്ട് ഈ പ്രതികൾ മാത്രമല്ല, അവരിൽ ഗൂഢാലോചന നടത്തിയ ആളുകളുണ്ട്. ഹൈക്കോടതി 2 പേരെ കൂടി ശിക്ഷിച്ചു. ഞാൻ അങ്ങയിലേക്ക് ഒന്ന് മടങ്ങിയെത്താം. ഒന്ന് തുടരുക ശ്രീ റെജി ലൂക്കോസ്. ശ്രീ എൻ വേണു ഒന്ന് തുടരുക, അങ്ങ് തുടരുക. ശ്രീ റെജി ലൂക്കോസ്, നിയമസഭയിൽ 1 വർഷം മുമ്പ് രേഖാമൂലം മുഖ്യമന്ത്രി മറുപടി നൽകിയാണ്. അപ്പോൾ ഈ ചോദ്യാവലി KK രമയുടേതായിട്ടോ ഷംസുദ്ദീൻ്റെ ആണെന്നാണ് തോന്നുന്നത്. ചോദ്യം വരുമ്പോൾ പറയുന്ന ഒരു കാര്യം മറുപടിയുണ്ട്. അതായത് രേഖാമൂലമാണ്. ഈ പാർട്ടിക്ക് ഒരു തരത്തിലും ബന്ധമില്ല ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടോ, അനുഭാവികൾ മാത്രമാണ് ഇതിൽ പ്രതിയേർക്കപ്പെട്ടുള്ളത് എന്നുള്ളതാണ്. അതിനുശേഷമാണ് അന്നത്തെ പാനൂർ ഏരിയ കമ്മിറ്റി അംഗം അന്തരിച്ച കുഞ്ഞനന്ദന് വേണ്ടി പല കോണുകളിൽ നിന്നും ഈ പ്രതിയേർക്കപ്പെട്ട കാലം മുതൽ അനുഭാവപൂർണ്ണമായിട്ടുള്ള ഉന്നത നേതാക്കളിൽ നിന്നൊക്കെ തന്നെ അവരുടെ സൈബർ ഹാൻഡിലുകളിൽ നിന്നൊക്കെ കുഞ്ഞനന്ദന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പല പോസ്റ്റുകൾ വന്നു. പിന്നീട് ന്യായീകരണങ്ങൾ വന്നു. പിന്നീട് മരണശേഷം അനുശോചന യോഗങ്ങളും അനുശോചന കർമ്മങ്ങളൊക്കെ എല്ലാ വർഷവും നടത്തുന്നുണ്ട്. പ്രതി ചേർക്കപ്പെട്ട ആളാണ്. 2, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ KC രാമചന്ദ്രൻ വളരെ കുന്നുമക്കര ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു. എങ്ങനെയാണ് പാർട്ടിക്ക് തള്ളിപ്പറയേണ്ടി വരുന്ന സാഹചര്യം? അപ്പോൾ ഇപ്പോൾ പടുകുഴിയിൽ പരാജയത്തിൻ്റെ നിൽക്കുമ്പോൾ ഒരു ബോംബ് രാഷ്ട്രീയത്തിലടക്കം പാർട്ടി നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള ആരോപണങ്ങൾ നിൽക്കുമ്പോൾ തിരുത്തലിലേക്ക് ഇറങ്ങുകയാണ്. ആ തിരുത്തലിലേക്ക് ഇറങ്ങുന്ന സംസ്ഥാന സമിതികൾ കൂടുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു സന്ദേശം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നീക്കം പുറത്തേക്ക് വരുമ്പോൾ എവിടെയാണ് നിങ്ങൾ തിരുത്തുന്നത് എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരില്ലേ? അത് വലതുപക്ഷ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നല്ല. അല്ല പ്രതീക്ഷ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ ചർച്ചയിൽ ഇതുവരെ ജില്ലാ ജഡ്ജി ഉൾപ്പെടുന്ന ജില്ലാ ജയിൽ ഉപദേശക സമിതി കൊടുത്ത ലിസ്റ്റ് എന്നുള്ള വാക്കെന്താ നിങ്ങൾ പറയാത്തത്? അപ്പോൾ നിങ്ങൾ വിരലിച്ചിട്ടുണ്ട് ആർക്കട്ടാ? ഈ ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജി സമിതി ഉള്ളവർക്കിട്ടാണോ? ഇതൊരു കോമൺ പ്രൊസീജിയർ ആണ്. അത് സൂപ്രണ്ടിനെ കൊടുക്കും, സൂപ്രണ്ട് സർക്കാരിനെ കൊടുക്കും, സർക്കാർ അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഉത്തരവിടും. ആ ഉത്തരവ് കിട്ടിയതിനു ശേഷം ഗവർണർക്ക് കൊടുത്ത് ആ ഗവർണർ അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത്തരം പ്രതികൾക്ക് ശിക്ഷ ഇളവ് ലഭിക്കത്തുള്ളൂ. ഇത് ബഹുമാനപ്പെട്ട P. രാജീവ് എന്ന് മാധ്യമങ്ങളെടുത്ത് തുറന്നു പറഞ്ഞു. നമുക്കെല്ലാം അറിയാം വസ്തുതകള്. ഇപ്പൊ ഈ ഒരു ബോംബിനെ കുറിച്ച് പറഞ്ഞില്ല, അത് പറയാനായിട്ട് എന്നെ അനുവദിക്കൂ. അതായത് ഇന്ന് ശ്രീ റെജി ലൂക്കോസ്, എൻ വേണുവിന് എന്തോ ചോദിക്കാനുണ്ട്. ശ്രീ എൻ വേണു ശരി. അതായത് ഈ ജയിൽ ഉപദേശക സമിതിയുടെ ആ ഒരു ന്യായീകരണോപാധിയാണ് അദ്ദേഹം അവിടേക്ക് വന്നിട്ടുണ്ടോ? അവരറിയാതാണ് ഈ ഉപദേശക സമിതിയിലാണെങ്കിൽ വരുന്നത്. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ ആരോപണത്തിൽ പുതുമയില്ല. അദ്ദേഹം സ്വാഭാവികമായിട്ട് അങ്ങനെ വരത്തുള്ളൂ. പക്ഷേ ഈ രാജ്യത്തൊരു നിയമമില്ല. അദ്ദേഹത്തിന് അസ്വാഭാവിക തോന്നുന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു മാലയിൽ കോർത്തിട്ടതുപോലെ ഈ കേസിൽ നടത്തിയിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നു. അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ബഹുമാനപ്പെട്ട വേണുവിനോട് ഞാനൊരു കാര്യം ചോദിക്കാം. അതേ ഇവിടെ പറഞ്ഞ ഉന്നതന്മാരിലേക്കുള്ള അന്വേഷണം അഡ്ജസ്റ്റ്മെന്റ് നിർത്തിയെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ അന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത UDF മന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നിങ്ങൾ കുറ്റവാളിയായിട്ട് ചിത്രീകരിക്കുന്നത്. നിങ്ങളുടെ ഘടകകക്ഷിയുടെ നേതാവല്ലേ? നിങ്ങൾ എന്തൊക്കെ ഈ പറഞ്ഞോണ്ട് ഇതിനു വേണ്ടി എന്തും പറയുക. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ അതിനെന്താ മറുപടി പറയാനുള്ളത്? എന്ത് മറുപടി എന്ന് പറയുന്നത്? അഡ്ജസ്റ്റ്മെന്റ് ബഹുമാനപ്പെട്ട CBI അന്വേഷണത്തിന് വേണ്ടി ഉന്നത പങ്കുകൊണ്ടതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കുള്ള അഭിപ്രായത്തിന് മേലെയാണോ CBI അന്വേഷണത്തിന് വേണ്ടി ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയത്? ഹൈക്കോടതിയിൽ ഒരു കേസിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു കേസിലെ പ്രതികളെ കണ്ടെത്താൻ വേണ്ടി CBI അന്വേഷണത്തിൽ നിങ്ങൾ എന്തിനാണ് നിൽക്കുന്നത്? ബഹുമാനപ്പെട്ട വേണുവേട്ട, ഞാൻ അതിന് വ്യക്തമായ മറുപടി പറയാം. 1 മിനിറ്റ് മതി. അതായത് P. ജയരാജന്റെ അനുഭവം നമുക്കറിയാമല്ലോ. ഒരു സ്വാത്വിക ലൈഫ് നയിച്ച് രക്തസാക്ഷിയായിട്ട് ജീവിക്കുന്ന
അംഗവൈകല്യത്തോടുകൂടി ഈ RSS കാബാലികരെ വെട്ടിനുറുക്കി മരണത്തിന്റെ പടിക്കലെത്തി മരിച്ചു എന്ന് പറഞ്ഞ് തള്ളിയിട്ട് പോയ ബാത്റൂമിൽ ആ മനുഷ്യനെ CBI നടത്തിയ ഒരു വേട്ട നിങ്ങൾക്കറിയാമല്ലോ. കണ്ണൂർ മുതൽ ഒരു ആംബുലൻസിൽ നമ്മൾ അതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, അപലപിച്ചിട്ടുണ്ട്, എല്ലാം അതാത് കോൺടെസ്റ്റിൽ അപലപിച്ചിട്ടുണ്ട്, അങ്ങേറ്റത്തെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും. നമുക്ക് ഈ ചർച്ച എന്ന് പറഞ്ഞാൽ ഒരു കാര്യം റെജി ലൂക്കോസിനെ തുറന്ന് സമ്മതിക്കാൻ പറ്റൂ, ഒരു തരത്തിലുമുള്ള തണൽ ഈ പറയുന്ന പ്രതികൾക്ക് ആർക്കും ഒരുക്കിയിട്ടില്ല എന്ന് മനസാക്ഷി മുൻനിർത്തി പറയാൻ കഴിയുമോ? ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ നേതാക്കളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? ഒരു സംശയം വിചാരിക്കേണ്ട കാര്യമില്ല, ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടുത്തെ നിയമസമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ടുള്ള നടപടികളല്ലാണ്ട് ഈ ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല. ഈ സർക്കാർ അങ്ങനെ ചെയ്യാനും പറ്റത്തില്ല. ഇനി CBI കൊണ്ടുവന്ന് കേരളത്തിലെ CPM-ന്റെ സമന്വയ നേതാക്കന്മാരെ വ്യക്തിയുക്തി നടത്തി കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ തുനിയും. അതിനെതിരെ അത് എത്രയോ അനുഭവങ്ങൾ ഇവിടെ ഉണ്ട്, എത്രയോ പ്രതിപക്ഷ അങ്ങ് പറഞ്ഞുവല്ലോ ആഭ്യന്തര വകുപ്പ് അറിയാതെയാണെങ്കിൽ ഈ വളരെ സെൻസിറ്റീവായ ഒരു ഇഷ്യൂവിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള സർക്കാരിനെ കരിവാരി തേക്കാൻ പോകുന്ന കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലത്തോളം സർക്കാരിനെ വേട്ടയാടുന്ന ഒരു കേസിൽ ഒരു ഉദ്യോഗസ്ഥർ ഇങ്ങനെ എടുത്താൽ അത് ആഭ്യന്തര വകുപ്പിന്റെ കൂടി പിഴവല്ലേ ഒരു നീക്കം നടത്തി കഴിഞ്ഞാൽ? അതെങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? ജയിൽ ഉപദേശക സമിതി ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജി അടക്കമുള്ളവരുടെ അവരുടെ അന്വേഷണത്തിൽ നിന്ന് അവർ കൊടുത്ത ഒരു ലിസ്റ്റ് ഈ സൂപ്രണ്ടിന്റെ കയ്യിലെത്തി. അതിന് നിങ്ങൾ എന്തിനാണ് ബലിയാടാക്കുന്നത്? ഇനി അയാൾ നിരൂപിച്ചാൽ പോലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർക്ക് ഇളവ് കൊടുക്കാൻ പറ്റുന്നു? അതല്ലേ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥ മനസ്സ് വെച്ച അതായത് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് അറിയാത്ത ആളാണ് ഈ ജില്ലാ ജഡ്ജി അല്ലേ? ഹൈക്കോടതിയുടെ ഉത്തരവ് വളരെ പ്രധാനപ്പെട്ട 20 വർഷത്തിൽ അധികം ശിക്ഷിക്കുന്ന ഒരിളവും അതുവരെ പാടില്ല എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈൻ ഉത്തരവായിട്ട് വന്നിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ കണ്ണടച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും പറഞ്ഞതുപോലെ കണ്ണടച്ച് പൂച്ച പാല് കുടിക്കും. ശ്രീ റെജി ലൂക്കോസ്, പൂച്ച വിചാരിക്കും അത് ആരും അറിയുന്നില്ല. ഈ കേസിലും അങ്ങനെ തന്നെ ഒരുപാട് തവണ പാല് കുടിച്ചിട്ടുണ്ട്. പിന്നീട് മാധ്യമങ്ങൾ വേണ്ടി വന്നു, പല കാര്യങ്ങളും പബ്ലിക്കിലേക്ക് എത്തുകയും പിന്നീട് തിരുത്തുകയും ഒക്കെ ചെയ്ത ഒരുപാട് കയറ്റിറക്കങ്ങൾ കണ്ട ഒരു കേസാണ് ഈ TP കേസ്. അതാണ് നിങ്ങളെ ഇപ്പോഴും വേട്ടയാടുന്നതിന്റെ കാരണവും. ഞാൻ ഇടവേളയ്ക്ക് ശേഷം ഒന്ന് തിരികെ എത്താം, ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ N. വേണു, TP വധക്കേസുമായി ബന്ധപ്പെട്ട് KK രമയും RMBയുടെ താങ്കളെ പോലെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ തന്നെ നിയമപോരാട്ടം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അന്തിമമായി കഴിഞ്ഞിട്ടില്ല. ആ പോരാട്ടത്തിൻ്റെ മുന്നോട്ടുള്ള വഴികളിൽ ഈ ഹൈക്കോടതി ഉത്തരവിനെ പോലും ബൈപ്പാസ് ചെയ്യുന്ന തരത്തിലുള്ള ശേഷിയുള്ള ഒരു സംവിധാനങ്ങൾ ഈ കേസിൽ പ്രത്യേകം താല്പര്യം കാണിക്കുന്നു എന്ന് കോടതിയെ കൂടി ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു തലമാണ് ഇവിടെ തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ RMBയുടെ മുന്നോട്ടുള്ള നിയമപോരാട്ടങ്ങൾ എങ്ങനെയാണ് സർക്കാർ കൈമലർത്തുമ്പോഴും അതിൻ്റെതായ ഒരു തലം അവിടെ വെട്ടിത്തുറന്ന് വഴിതെളിക്കാൻ തക്ക രീതിയിൽ നിൽപ്പുണ്ട്. എങ്ങനെയായിരിക്കും നിങ്ങളുടെ മുന്നോട്ട് പോക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്? ഇതിന്റെ നിയമപരമായ വശങ്ങൾ ആലോചിച്ചുകൊണ്ട് നിയമപര പോരാട്ടം ഞങ്ങൾ തുടരും. TP കേസിലെ പ്രതികളെ ഇളവ് അനുവദിക്കാൻ വേണ്ടി ഇപ്പോൾ പുതിയ തീരുമാനമല്ല, നേരത്തെ തന്നെ ഗവൺമെന്റ് TP കേസിലെ പ്രതികൾക്ക് ഇളവ് അനുവദിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നിട്ടുണ്ട്. അന്ന് കേരളത്തിലെ ഗവർണർ ഉൾപ്പെടെ ഞങ്ങൾ നിവേദനം കൊടുത്തു. അങ്ങനെ വലിയ ചർച്ചയായി, മാധ്യമങ്ങൾ ഇടപെട്ടു. അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് അന്ന് യഥാർത്ഥത്തിൽ അത്തരമൊരു ഇതിൽ നിന്നും ഗവൺമെന്റ് പിറകോട്ട് പോയത്. ഇപ്പൊ വീണ്ടും ഇവർക്ക് സംബന്ധിച്ച് TP കേസിലെ പ്രതികള് ഒരു കാരണവശാലും ഇവർക്ക് ഒഴിവാക്കാൻ കഴിയില്ല. കാരണം അവരെ ഏതെങ്കിലും വിധത്തിൽ സംരക്ഷിക്കുക എന്ന് പറയുന്നത് CPIM-ന്റെ അജണ്ടയാണ്. അവരുടെ ജീവൻ മരണ പോരാട്ടത്തിന് തുല്യമാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ഏത് നിലയിലും ഏത് തരംതാണ നിയമവിരുദ്ധമായ ജുഡീഷ്യറിയെ പോലും വെല്ലുവിളിച്ചുള്ള ഏർപ്പാടിലേക്ക് അവർ പോകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തീർച്ചയായും ഞങ്ങൾ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ 2 കാര്യത്തിൽ ഇപ്പോൾ ഉന്നത അന്വേഷണം കൂടാതെ സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടിയുള്ള ഹൈക്കോടതിയുടെ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലെ കേസും, അതുപോലെ ഈ കേസിലെ ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച പ്രതികൾക്ക് മാക്സിമം ശിക്ഷയിലേക്ക് എത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് സുപ്രീം കോടതിയിൽ ഞങ്ങൾ അപ്പീൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിന്റെ നിയമപോരാട്ടം ഉന്നത നീതിപീഠത്തിൽ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ഇവരുടെ ഈ നിലപാടുകൾ, ഈ നിയമവിരുദ്ധമായിട്ടുള്ള ഈ കൊലയാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പാർട്ടിയുടെയും ഗവൺമെന്റിന്റെയും ശ്രമത്തിനെതിരായുള്ള പോരാട്ടം എത്ര ദൂരം വേണമെങ്കിലും ഞങ്ങൾ അതിന് പിന്നാലെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം TP ചന്ദ്രശേഖരന്റെ രക്തസാക്ഷ്യം എന്ന് പറയുന്നത് കേരളീയ സമൂഹത്തിന് തന്നെ ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കൊലപാതകം എന്ന നിലയിൽ നിന്നപ്പുറം കേരളീയ സമൂഹത്തിന്റെ പൊതു പ്രശ്നമാണത്.
അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന്റെ പിന്തുണയോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. അത് CPM-ന്റെ ആവനാഴിയിലെ ഗവൺമെന്റിന്റെയും അവരുടെ സംവിധാനങ്ങളുടെയും അവരുടെ പണാധിപത്യത്തിന്റെയും മസിൽ പവറും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പോരാടിയാലും ഞങ്ങൾ അതുമായി അന്തിമമായി വിജയം ഉറപ്പുവരുത്തുന്നത് വരെ ഞങ്ങൾ അതുമായി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയമാർക്കും വേണ്ട. ശരി, വളരെ നന്ദി ശ്രീ എൻ വേണു പ്രതികരിച്ച. ശ്രീ റെജി ലൂക്കോസ്, പാർട്ടിയോ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോ ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതുണ്ടോ? കാരണം ഇതൊരു തിരുത്തലിൻ്റെ കൂടി ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് വലതുപക്ഷ മാധ്യമങ്ങളുടെ ഒക്കെ തന്നെ വ്യാജ പ്രചരണം എന്ന് പറഞ്ഞ് പല കാര്യങ്ങളെയും പാർട്ടി സെക്രട്ടറി പറയുമ്പോഴും ഇതല്ല, അതിനൊക്കെ ഇടുന്ന തലത്തിൽ പല ഘടകങ്ങളും സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് കൂടി ഉണ്ടാകുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ നീക്കം നടത്തിയതിൻ്റെയൊക്കെ തന്നെ ഈ കത്തുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ ഉത്തരവാദിത്തം ഈ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ സ്വാഭാവിക നടപടി എന്നതിൽ മാത്രം ഒതുക്കേണ്ടതാണോ ഈ വിഷയത്തെ? ഈ കാര്യത്തിൽ എന്തിനാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടത്? ഇത്തരം ഒരു പച്ചക്കള്ള വാർത്തയ്ക്കെതിരെ അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ആഭ്യന്തര വകുപ്പ് ഇത് അറിഞ്ഞിട്ട് ഒരു ഉത്തരവും കൊടുത്തിട്ടില്ല. ആ ഉത്തരവോട്ട് സൂപ്രണ്ടിനെ കിട്ടിയിട്ടുമില്ല. ജില്ലാ ഉപദേശക സമിതിയുടെ, ജയിൽ ഉപദേശക സമിതിയുടെ ഒരു ലിസ്റ്റ് അങ്ങോട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്ന്. ആ ലിസ്റ്റിലാണ് ഇവര് മൂന്നുപേരും പെട്ടിരിക്കുന്നത്. അതൊന്നും ഒരു കാരണവശാലും നടക്കുകയാണെന്നും നിയമത്തിന് വിരുദ്ധമായിട്ട് ഹൈക്കോടതിയുടെ ഉത്തരവിന് വിരുദ്ധമായിട്ട് ഒരാൾക്ക് ഒരു ആനുകൂല്യം കൊടുക്കുകയാണെന്നും കേരളത്തിലെ നിയമമന്ത്രി തന്നെ ഇത് അറിഞ്ഞപ്പോൾ തന്നെ പ്രതികരിച്ചു കൊടുത്തു. പിന്നെ എന്തിനാണ് മറ്റൊരു പ്രതികരണം? ഇവിടെ വ്യാജ ബോംബൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഒരു ബോംബിന്റെ ആരോപണത്തിൽ നിൽക്കുന്ന CPM, അതിന്റെ വസ്തുത കേരളം അറിഞ്ഞില്ലേ? ആ ബോംബ് എങ്ങനെയാ വന്നെന്നും ആ ബോംബ് പൊട്ടി ഒരു പാവപ്പെട്ട വൃദ്ധം മരിച്ചതിന്റെ പിന്നിലെ കഥകള്, ഒരു സ്ത്രീ വന്ന് നടത്തിയ നാടകങ്ങൾ മാതൃഭൂമി വരെ റിപ്പോർട്ട് ചെയ്തില്ലേ? 28 വർഷങ്ങൾക്കും അവരുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ബോംബിനെന്നൊക്കെ പറഞ്ഞ് വാസംഭരണത്തിൽ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ എല്ലാവരും കൂടി മണ്ടന്മാരാക്കുമല്ലേ? ഇന്ന് 2 ബോംബ് കണ്ടുപിടിച്ചില്ലേ? എന്തുകൊണ്ടാണ് CPM-ന് തല വെക്കാഞ്ഞത്? CPM-ന് തല വെച്ചാൽ ഇനി അത് വിശ്വസിക്കുന്നില്ല. അത് RSS സ്ഥാപനത്തിൽ നിന്ന് കണ്ടുപിടിച്ചത്. അപ്പൊ നിങ്ങളൊക്കെ വാർത്ത കൊടുക്കുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ഈ മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ജനങ്ങളിൽ നിന്ന് തൂത്തുമാറ്റി തകർത്ത് തരിപ്പണമാക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങളെ ജനങ്ങൾ തിരിച്ചറിയും. താൽക്കാലികമായിട്ട് ഞങ്ങൾക്ക് ഒരു ക്ഷീണം വന്നിട്ടുണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട അതിനൊക്കെ ദേശീയ രാഷ്ട്രീയമായിട്ടൊക്കെ ഒത്തിരി ബന്ധമുണ്ട്. അതൊന്നും നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറയാം. കേരളത്തിന്റെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ഇത്തരം വ്യാജ വാർത്തകൾ ചമച്ച് തകർക്കാൻ ശ്രമിച്ചാൽ ബുദ്ധിമാന്മാരും വിവേകശാലികളായ കേരളത്തിലെ ജനങ്ങൾ അത് അംഗീകരിക്കത്തില്ല. തീർച്ചയായും അത് അവിടെ ഞാനൊരു വിരാമമിടുകയാണ്. ബുദ്ധിമാന്മാരായ കേരളത്തിലെ ആളുകൾ ചിന്തിക്കട്ടെ. അവർക്ക് ചിന്താശേഷിയുള്ള ജനങ്ങളാണ്. എല്ലാം വ്യാജ വാർത്തകളെന്ന് കഴിഞ്ഞ നാളുകളിൽ പതിറ്റാണ്ടുകളോളമൊക്കെ തന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അത് വ്യാജമാണോ, വലതുപക്ഷ മാധ്യമങ്ങൾ പടച്ചുവിട്ടതാണോ എന്നൊക്കെ ചിന്തിക്കാനുള്ള ശേഷിയുള്ള ജനങ്ങൾ തന്നെ ഇതും ചിന്തിക്കണ്ടേ. വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ്, ഒപ്പം എൻ വേണു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതിന്.